അജയ് സുധ ബിജു തുടരുന്നുണ്ട്. അജയ്, ഒരുപക്ഷെ ന്യൂയോർക്ക് പോലൊരു സിറ്റിയുടെ മേയർ പദവി ഒരു 34-കാരനായ വലിയ കാര്യമായ ഭരണപരിചയം ഇല്ലാത്ത മംദാനിയെ കൊണ്ട് എടുത്താൽ പൊങ്ങില്ല എന്നതൊക്കെയായിരുന്നു പ്രചാരണ കാലയളവിൽ ഉടനീളം റിപ്പബ്ലിക്കൻസ് ഉയർത്തിയിരുന്ന ഒരു പ്രധാനപ്പെട്ട വാദം. പക്ഷേ മംദാനി വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു. ആദ്യഘട്ടം മുതലേ ആത്മവിശ്വാസത്തോടെയാണ് അദ്ദേഹം ജനങ്ങളെ സമീപിച്ചിട്ടുള്ളത്, ഈ ക്യാമ്പയിനെ മുഴുവൻ സമീപിച്ചിട്ടുള്ളത്. ആ രീതിയിൽ എത്രത്തോളം ആകാംക്ഷയുണ്ട്? ശ്രീജ, ഇപ്പോൾ നിലവിൽ ഈ യു എസിലുള്ള സാഹചര്യം നോക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ ഒരു വരുമാനം കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ ന്യൂയോർക്ക് മേയറാണെന്ന് ഇപ്പോൾ കാണാൻ സാധിക്കും. ഇപ്പോൾ ട്രംപ് അതിനനുസരിച്ചുള്ളൊരു പ്രചരണം തന്നെയായിരുന്നു ആദ്യഘട്ടത്തിൽ ഇപ്പോൾ നയിച്ചിരുന്നത്. അതായത് ഈ മംദാനിയുടെ ഈ ഇപ്പോൾ നിലവിലുള്ള ഇത്തരത്തിലുള്ള ഒരു അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ അത് ന്യൂയോർക്കിനെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ മംദാനി ജയിക്കുകയാണെങ്കിൽ ന്യൂയോർക്കിനുള്ള സാമ്പത്തിക സഹായങ്ങൾ ന്യൂയോർക്ക് അനുവദിക്കുന്ന ഫെഡറൽ ഫണ്ടെല്ലാം നിർത്തിവെക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇത് ട്രംപിനെ ഒറ്റയ്ക്കെടുക്കാവുന്ന ഒരു തീരുമാനമല്ല. അത് കോൺഗ്രസിൻ്റെ മുഴുവൻ അംഗങ്ങളുടെ വോട്ട് വേണം. എന്നാൽ മാത്രമേ ഇത് ഇത്തരമൊരു പ്രഖ്യാപനം അത് നിലവിൽ അത് പ്രാവർത്തികമാവുകയുള്ളൂ. എന്നാൽ ഇത്തരം ട്രംപിൻ്റെ ഒരു പ്രചരണങ്ങൾക്കെതിരെയൊക്കെയുള്ള ശക്തമായിട്ടുള്ള ഒരു നടപടിയാണ് ഈ ഒരു ഇലക്ഷൻ റിസൾട്ട് എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ വൈറ്റ് ഹൗസിൻ്റെ ഭാഗത്തു നിന്ന് മറ്റൊരു പ്രതികരണം ഇപ്പോൾ മംദാനി ജയിച്ചതിന് പിന്നാലെ വന്നിട്ടുണ്ട്. അതായത് ട്രംപാണ് നിങ്ങളുടെ പ്രസിഡന്റ് എന്ന് മറക്കരുത് എന്നുള്ള രീതിയിലൊരു എക്സ്പോസ്റ്റ് വൈറ്റ് ഹൗസ് പങ്കുവച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു രസകരമായിട്ടുള്ള പ്രതികരണം അദ്ദേഹത്തിൻ്റെ വന്നിട്ടുണ്ട്. വളരെ വിചിത്രമായിട്ടുള്ള ഒരു വാദമാണ്. അദ്ദേഹം എക്സ്പോസ്റ്റ് ഇട്ടത് ട്രംപിൻ്റെ പേരല്ല ബാലറ്റിൽ എന്നുള്ളതാണ് റിപ്പബ്ലിക്കൻസിൻ്റെ പരാജയത്തിന് ഇടയാക്കിയത്. അതുപോലെ തന്നെ യു എസിൻ്റെ ഷട്ട് ഡൗൺ, അത് യു എസിലുള്ള ഇപ്പോൾ നിരവധി ദിവസങ്ങളായി യു എസിനെ ബാധിക്കുന്ന ഷട്ട് ഡൗൺ അത് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമായി എന്ന് ഇപ്പോൾ ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ഷട്ട് ഡൗണിന് ഉൾപ്പെടെയുള്ള ഒരു കാരണമായിട്ട് ആദ്യം മുതലേ ഇപ്പോൾ റിപ്പബ്ലിക്കൻസും അതുപോലെ തന്നെ ട്രംപും പറയുന്നത് ഡെമോക്രാറ്റുകളാണ് ഈ ഷട്ട് ഡൗണിന് കാരണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അവർ ഈ സാമ്പത്തിക നയങ്ങൾ പുതിയ ബില്ല് പാസ്സാക്കാനായിട്ട് അവർ അനുവദിക്കുന്നില്ല, അത് കാരണമാണ് ഈ ഷട്ട് ഡൗൺ നീണ്ടുപോകുന്നത് എന്നുൾപ്പെടെ ട്രംപ് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് ഈ തെരഞ്ഞെടുപ്പ് പരാജയം അത് ഇൻഡയറക്റ്റായിട്ട് ഡെമോക്രാറ്റുകളുടെ തലയിൽ ഇടാനുള്ള ഒരു ശ്രമമാണ് ട്രംപ് നിലവിൽ തന്നെ നടത്തിയിട്ടുള്ളതെന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ അതിനുശേഷം ട്രംപ് പ്രതികരിച്ച ഈ ഇലക്ഷനെ പറ്റിയിട്ടൊന്നും അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. ഇപ്പോൾ നിലവിൽ അദ്ദേഹം ട്രൂത്ത് സോഷ്യൽ വഴി ഇട്ട മറ്റൊരു പ്രതികരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ, അത് ഇപ്പോൾ അമേരിക്കയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ TRP റേറ്റിംഗ് തൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ലഭിച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണം അദ്ദേഹം ഇതിന് തൊട്ട് പിന്നാലെ നടത്തിയിട്ടുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പിൽ നിന്നൊരു ശ്രദ്ധ തിരിച്ചുവിടാനുള്ള, ഇത് തൻ്റെ പേര് ഇല്ലാത്തത് കാരണം താൻ നേരിട്ട് നേരിടുന്ന തെരഞ്ഞെടുപ്പ് അല്ലാത്തത് കാരണമാണ് ജനങ്ങൾ മറിച്ചൊരു വിധി എഴുതിയത് എന്നാണ് ട്രംപ് പറഞ്ഞത്. എന്തായാലും റിപ്പബ്ലിക്കൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ വ്യാപകമായിട്ടുള്ള ഒരു പരാജയം തന്നെ യു എസിൽ അവർക്ക് നേടിയിട്ടുണ്ട്. ഇപ്പോൾ 2 സ്ഥലത്ത് ഡെമോക്രാറ്റുകളായ വനിതാ സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുണ്ട്. വെർജീനിയയിലുള്ള ആദ്യ വനിതാ മേയറായിട്ട് അബിഗേൽ സ്പാൻബർഗ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിട്രോയിറ്റിലുള്ള ആദ്യത്തെ വനിതാ മേയറായിട്ട് മേരി ഷെഫീൽഡ് അവർ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അവർ നോക്കുകയാണെങ്കിൽ അവരിപ്പോൾ അവിടുത്തെ സിറ്റി കൗൺസിലർ പ്രസിഡന്റ് കൂടിയാണ് ഈ മേരി ഷെഫീൽഡ് എന്ന് പറയുന്നത്. ഇതുപോലെ ഡിട്രോയിറ്റിലും അതുപോലെ തന്നെ വെർജീനിയയിലും വനിതാ മേയർമാരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതുപോലെ തന്നെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ന്യൂജേഴ്സിയിൽ മിക്കി ഷെറിൽ അവർ വിജയിച്ചിട്ടുണ്ട്, വനിതാ സ്ഥാനാർത്ഥിയാണ്. അതുപോലെ തന്നെ പിറ്റ്സൺബർഗിൽ കോറി ഒക്കോണർ വിജയിച്ചിട്ടുണ്ട്, ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയാണ്. അതുപോലെ തന്നെ സിൻസിറ്റിയിൽ അഫ്താബ് പുരേവൽ വിജയിച്ചിട്ടുണ്ട്, ഇവരും ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയാണ്. അറ്റ്ലാന്റയിൽ ആൻഡ്രേ ഡിക്കൻസ് വിജയിച്ചിട്ടുണ്ട്, ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വെർജീനിയയിലുള്ള ലഫ്റ്റനന്റ് ഗവർണർ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായിട്ടുള്ള ഗസാല ഹാഷ്മി വിജയം കൈവരിച്ചിട്ടുണ്ട് എന്നൊരു വാർത്ത കൂടി വന്നിട്ടുണ്ട്. ഇവരുടെ കാര്യം നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു മുസ്ലിം വനിത കൂടിയാണ് ഈ അമേരിക്കൻ ലഫ്റ്റനന്റ് ഗവർണർ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന ആദ്യത്തെ ഒരു മുസ്ലിം വംശജയായ വനിത കൂടിയാണ് ഈ വെർജീനിയയിലെ ലഫ്റ്റനന്റ് ഗവർണർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇത്തരത്തിൽ വ്യാപകമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ മേയർ തെരഞ്ഞെടുപ്പുകളിൽ വലിയ രീതിയിലുള്ളൊരു വിജയം ഡെമോക്രാറ്റുകൾക്ക് ലഭിക്കുന്നത് കാണാൻ സാധിക്കും. ട്രംപിൻ്റെ നയങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഒരു പ്രചരണമാണ് ഇപ്പോൾ റിപ്പബ്ലിക്കൻസ് മുന്നോട്ട് വെച്ചിരുന്നത്. അപ്പോൾ ട്രംപിൻ്റെ നയങ്ങളെ US ജനത തള്ളിക്കളയുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് വ്യാപകമായിട്ട് ഇപ്പോൾ ന്യൂയോർക്ക് സിറ്റിയിൽ. ഇപ്പോൾ ഡെമോക്രാറ്റുകൾക്ക് പാരമ്പര്യമായി സ്വാധീനമുള്ള ന്യൂയോർക്ക് സിറ്റിയിൽ മാത്രമല്ല മറ്റ് നഗരങ്ങളിലും വെർജീനിയയിലും ഇപ്പോൾ ന്യൂജേഴ്സിയിലും അതുപോലെ തന്നെ ഇപ്പോൾ വിറ്റ്സൺബർഗിലും ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഡെമോക്രാറ്റുകൾ ജയിച്ചത് അത് ട്രംപിൻ്റെ നയങ്ങളെ തള്ളിക്കളയുന്നു
ചെയ്യുന്നു എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ്. മാത്രമല്ല ഇപ്പോൾ മംദാനിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള പല സഹായങ്ങൾ ജനങ്ങൾക്ക് ചെയ്യുമെന്നുള്ളത്, ഇപ്പോൾ ഇപ്പോൾ ഡേ കെയറുകളുടെ പ്രവർത്തനം അത് സൗജന്യമാക്കും. ഇത് പല മിഡിൽ ക്ലാസ് കുടുംബങ്ങളെയും ആശ്വാസത്തിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള പല ബസ് ഫെയറുകൾ അത് സൗജന്യമാക്കും. പിന്നെ അതുമാത്രമല്ല പല റെൻ്റൽ സംവിധാനങ്ങൾ റെൻ്റ് കുറയ്ക്കും, പലതും ഫ്രീസ് ചെയ്ത് വയ്ക്കും തുടങ്ങിയിട്ടുള്ള അങ്ങനെ സാധാരണക്കാരെ സ്പർശിക്കുന്ന, സാധാരണക്കാരുടെ ജീവിതത്തെ സ്പർശിക്കുന്ന വാഗ്ദാനങ്ങൾ സൊഹ്റാൻ മംദാനി നിരവധി നൽകിയിരുന്നു. ആ വാഗ്ദാനങ്ങൾ ജനങ്ങൾ വിശ്വസിച്ചു. അതിനപ്പുറത്ത് നടന്ന പ്രചാരണങ്ങളെല്ലാം ന്യൂയോർക്ക് ജനത തള്ളിക്കളഞ്ഞു എന്ന് വേണം ഈ ഫലത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. അതോടുകൂടി ചരിത്രത്തിലേക്കാണ് ന്യൂയോർക്ക് മേയർ പദവി ഇപ്പോൾ കടന്നിരിക്കുന്നത്. ന്യൂയോർക്കിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ, ആദ്യത്തെ മുസ്ലിം വംശജൻ, അങ്ങനെയുള്ള നിരവധി പ്രത്യേകതകളോടെ സൊഹ്റാൻ മംദാനി ഇന്ത്യൻ വംശജയായ സംവിധായക മീര നായരുടെയും ആഫ്രിക്കൻ ഉഗാണ്ടൻ വംശജനായ മഹ്മൂദ് മംദാനിയുടെയും മകനാണ് സൊഹ്റാൻ. 34 വയസ്സ് മാത്രമാണ് പ്രായം. ഇപ്പോൾ നിലവിൽ അവിടെ അംഗമായി പ്രവർത്തിക്കുകയാണ്. ന്യൂയോർക്ക് സിറ്റി ഭരണസമിതിയിൽ അംഗമായി പ്രവർത്തിക്കുകയാണ്. അങ്ങനെ ചരിത്രത്തിലേക്ക് ഒരു ന്യൂയോർക്ക് മേയർ പദവി കടക്കുകയാണ്.